ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ചേട്ടൻ്റെ അടുത്തേക്ക് പോകുന്ന വീഡിയോ ആണ്. ആദ്യമായിട്ടാണ് ഞങ്ങൾ ചേട്ടനില്ലാതെ ഫ്ലൈറ്റിൽ കയറുന്നത്. എന്ന് വെച്ചാൽ ഒറ്റയ്ക്കല്ല കേട്ടോ പോകണത്, ശില്പയുടെ ഒക്കെ കൂട്ടത്തിലാണ്. അതുകൊണ്ട് വലിയ പേടിയൊന്നും ഇല്ല, അവരുണ്ടല്ലോ. നമ്മൾ പോയത് എൻ്റെ വീട്ടിൽ നിന്നായിരുന്നു കേട്ടോ. ഫ്ലൈറ്റ് ഇപ്പോൾ കൊച്ചിയിൽ നിന്നായിരുന്നു. 9:30 ഏകദേശം ഒരു ടൈം, ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അപ്പോൾ ഞാൻ ദേ ഉറക്കം എണീറ്റ് വന്നപ്പോഴത്തേക്ക് അമ്മ നിറയെ ഉണ്ണിയപ്പവും പിന്നെ കൊണ്ടുപോകാനായിട്ട് ബീഫൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ വിളിച്ച് പറഞ്ഞായിരുന്നു വരുമ്പോൾ പൊതിച്ചോറ് കൊണ്ടുവരുന്ന അമ്മ, അതുകൊണ്ട് മീനൊക്കെ റെഡിയാക്കുമായിരുന്നു. പിന്നെ എനിക്ക് ചേട്ടന് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ പോർക്ക്. അപ്പോൾ അതും ഇങ്ങനെ എണ്ണയൊക്കെ വറ്റിച്ചെടുക്കുമായിരുന്നു. അന്നേരപ്പോഴത്തേക്കും നമ്മുടെ അടുപ്പ് വന്നു. ചിറ്റ പിന്നെ പുറകെ വരാമെന്ന് പറഞ്ഞ് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിറ്റയും പോകാറായപ്പോഴത്തേക്ക് എത്തി. ചിറ്റ നമ്മുടെ കൂടെ വന്നായിരുന്നു കേട്ടോ. അടുപ്പ് വന്നൊരു 5 മിനിറ്റിനുള്ളിൽ അമ്മയ്ക്കും മിഞ്ചിറ്റ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പൂസിനും മാളൂനും ഒന്നും ലീവ് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവരെയും കണ്ടേനെ. പിന്നെ പയ്യെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാനായിട്ട് തുടങ്ങുമായിരുന്നു. എനിക്ക് വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ വിഷമമുണ്ട്. എല്ലാവരും ഇട്ട് പോകുന്നതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. എന്നാലും ചേട്ടൻ്റെ അടുത്തേക്ക് പോകുന്ന ആ ഒരു ത്രില്ലും കൂടെ നിൽക്കുമായിരുന്നു കേട്ടോ. ഇങ്ങനെ ഇവർക്കെല്ലാവർക്കും സത്യം പറഞ്ഞാൽ ഞാൻ പോകുന്നതിൻ്റെ വിഷമമല്ലായിരുന്നു, ഈ ചെറുക്കനില്ലേ ഇപ്പം പോണതിൻ്റെ വിഷമമായിരുന്നു എല്ലാവർക്കും. ഇവനെ ഡ്രസ്സ് ഇടിക്കാത്ത വേറെ ഒന്നുകൊണ്ടല്ല, ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വണ്ടി കയറിയിട്ട് ഡ്രസ്സ് ഇടിക്കാൻ വെറുതെ എന്തിനാ അവനൊരു വിമ്മിഷ്ടം ഉണ്ടാക്കണേന്ന്. എൻ്റെ ഇടയ്ക്ക് ജോലി സ്ഥലത്ത് നിന്ന് ഓടിപ്പടിച്ചാണ് ചിറ്റ എത്തുന്നത്. കൃത്യം ഇറങ്ങാറായപ്പോഴത്തേക്ക് ആൾക്ക് എത്താൻ പറ്റി. പിന്നെ ചിറ്റയും കൂടി നമ്മുടെ കൂടെ വന്ന് അങ്ങനെ അമ്മൂമ്മയുടെ കുഞ്ഞി കാണാൻ ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഇറങ്ങുമായിരുന്നു കേട്ടോ. എൻ്റെ ഇടയ്ക്ക് മാളു വീഡിയോ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് വിഷമമുണ്ട് നല്ല രീതിക്ക്, പക്ഷെ അമ്മ അങ്ങനെ കാണിക്കത്തൊന്നുമില്ല. അത് എന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ട സമയത്തും അമ്മ എങ്ങനെ ആയിരുന്നു. അമ്മയ്ക്കാണ് ചങ്ക് പൊട്ടുന്ന വിഷമമുണ്ടെങ്കിലും അമ്മ ഒന്നും അങ്ങനെ കാണിക്കില്ല, മാക്സിമം ഇങ്ങനെ പിടിച്ച് നിൽക്കും. എന്നാൽ അച്ഛൻ അങ്ങനെയല്ല, അച്ഛൻ സങ്കടം ഉണ്ടെങ്കിൽ അത് കരഞ്ഞ് എന്നെ കാണിക്കും. എൻ്റെ പോലൊക്കെ ഭയങ്കര ഇമോഷണലാണ്. ശരിക്കും ചെറുക്കൻ എന്ന് പറഞ്ഞവർക്ക് എല്ലാവർക്കും ഭയങ്കര ജീവനാണ് കേട്ടോ. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. ഇപ്പോൾ ചിറ്റയും അടുപ്പൊക്കെ ആണെങ്കിലും അവർ ഓടി ഞങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ എയർപോർട്ടിൽ വന്നത് അത് അവനോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് മാത്രമാണ്. അത്രയും നേരമെങ്കിലും അവൻ്റെ കൂടെ ഇരിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അവർ കൂട്ടത്തിൽ വന്നത്. എൻ്റെ ഇടയ്ക്ക് ശില്പയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവരവിടെ ഓൾറെഡി എത്തിയെന്ന് പറഞ്ഞ്. നമ്മളവരെ കുറച്ച് നേരം പോസ്റ്റാക്കി. പിന്നെ ഒരുപാട് ലേറ്റൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് തന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറി. അവരുള്ളത് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. കാരണം ഇടയ്ക്കൊന്ന് അവനെ എടുക്കാനൊക്കെ ആണെങ്കിലും അവളുണ്ടായിരുന്നല്ലോ. ഞാനാണ് ആദ്യമായിട്ടായിരുന്നു കൊച്ചി എയർപോർട്ടിൽ നിന്ന് പോണത്. കൊള്ളായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ട്രിവാൻഡ്രത്തേക്കാൾ ഒന്നുകൂടി ഇഷ്ടപ്പെട്ടത് കൊച്ചിയിലെ എയർപോർട്ടാണ് കേട്ടോ. പിന്നെ എൻ്റെ പ്രാർത്ഥന മൊത്തം എൻ്റെ ചെക്കൻ അലമ്പാക്കല്ലേ ഭഗവാനെ എന്നായിരുന്നു. കാരണം അവന് ഇവിടെ ഇരുന്ന ഒരു സമയത്തുണ്ടല്ലോ അവനൊരു വല്ലാത്തൊരു കരച്ചിൽ. ഇപ്പോൾ വലിയ കുഴപ്പമില്ല, അത് കഴിഞ്ഞ് പിന്നെ ഒരു കരച്ചിലും ഒരു വാശി പിടുത്തവും പിന്നെ ഒരു 2-3 വട്ടം അവനങ്ങോട്ട് ഛർദ്ദിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ടെൻഷനായിപ്പോയി ഞാൻ. പിന്നെ എന്തോ ഭാഗ്യം കൊണ്ട് അവൻ കയറി ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങോട്ട് ഉറക്കമായി. പക്ഷേ ഇറങ്ങാൻ ഒരു 1/2 മണിക്കൂർ മുന്നേ അശൻ എങ്ങനെയോ അറിഞ്ഞെന്ന് തോന്നുന്നു ചാടി പടച്ചെണീറ്റെന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇച്ചിരി കരച്ചിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഫൈനലി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മൾ അങ്ങോട്ട് എത്തി. ചേട്ടനാണെങ്കിൽ കറക്റ്റ് ടൈമിൽ തന്നെ വന്ന് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനങ്ങനെ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ റൂമിൽ വന്ന ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ, സീ യു.